ഹായ്, നമ്മൾ പുതിയൊരു യാത്രാ വീഡിയോ ആരംഭിക്കുകയാണ്. ഇന്ത്യയിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര കണ്ടാലും മതിവരാത്ത ആ സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അതെ, ഗോവ നമ്മൾ അൺലോക്ക് ചെയ്യാൻ പോവുകയാണ്. സഞ്ചാരികളുടെ പ്രിയ ഇടമായ ഗോവ, അൺലോക്കിംഗ് ഗോവ ആരംഭിക്കുന്നു. ഹായ്, ഇന്ന് വിഷുവിൻ്റെ അന്ന് രാത്രിയാണ്. ഞങ്ങൾ പുതിയൊരു യാത്ര ആരംഭിക്കുകയാണ്. എവിടെയാണെന്നല്ലേ? അങ്ങ് ദൂരെ ദൂരെ ദൂരെയാണ്. പക്ഷെ അത്ര ദൂരെയല്ല, നമ്മുടെ ഗോവയിലാണ് ഞങ്ങളുടെ പുതിയ യാത്ര. ഞങ്ങൾ വിത്ത് ഫാമിലി ആയിട്ടാണ് പോകുന്നത്. ഇന്ന് രാത്രിയാണ് പോകുന്നത്. അപ്പോൾ വിഷു ആശംസകൾ അറിയിക്കാതെ ഞാനിത് അപ്ലോഡ് ചെയ്യുമ്പോൾ 2-3 ദിവസം കഴിയും. അപ്പോൾ ഗോവയിലെ കാഴ്ചകളും വിശേഷങ്ങളും ഞങ്ങൾ ആദ്യമായിട്ടാണ് ഗോവയിലോട്ട് പോണേ. അപ്പോൾ നമ്മുടെ യാത്ര എന്ന് പറയുമ്പോൾ ഗോവ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പം നമ്മുടെ യാത്ര എന്ന് പറയുമ്പോൾ അതിൽ കുറേ പ്രത്യേകതകളുണ്ടാവും. ഗോവയിൽ എങ്ങനെ എത്താം, ഞങ്ങളുടെ യാത്ര എങ്ങനെയാണ്, ടൂർ പ്ലാനിങ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം വെൽക്കം ബാക്ക് റോയി 3R വീഡിയോസ്. ബാഗൊക്കെ ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒക്കെ റെഡിയാണ്. എല്ലാവരും ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് പോവാണ്. രാത്രിയാണ് ട്രെയിന്. അപ്പം നമുക്കിനി ഗോവയിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാണാം ഗോവ കാഴ്ചകൾ. നമ്മളങ്ങനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിരിക്കുകയാണ്. കോഴിക്കോട് നിന്നാണ് നമ്മൾ യാത്ര പുറപ്പെടുന്നത്. നമ്മുടെ ട്രെയിനിൻ്റെ ടൈം എന്ന് പറയുന്നത് 12:41 എറണാകുളത്ത് നിന്ന് എടുത്ത് വരുന്നതാണ് ദുരന്തോ എക്സ്പ്രസ്. അധികം സ്റ്റോപ്പുകളൊന്നുമില്ല. കോഴിക്കോട് കഴിഞ്ഞാൽ മംഗലാപുരം, പിന്നെ മഡ്ഗോവ, അങ്ങനെ രണ്ട് സ്റ്റോപ്പാണുള്ളത്. ഞാൻ കുറച്ച് നേരത്തെ വന്നിരിക്കുകയാണ്. എൻ്റെ വൈഫും മോളും അതേപോലെ സിഗ്മേഷും കുടുംബമുണ്ട്, അവരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വിവരങ്ങൾ നമുക്ക് അപ്പോൾ പങ്കുവയ്ക്കാം. ഇപ്പം നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ്. അവരൊക്കെ ഇപ്പോൾ എത്തും. ഞാൻ കുറച്ച് നേരത്തെ വന്നതാണ്. ആഴ്ചയിൽ 2 ദിവസം മാത്രം സർവീസ് നടത്തുന്ന ദുരന്തോ എക്സ്പ്രസ്സിലാണ് നമ്മുടെ യാത്ര. അത് കോഴിക്കോട് എത്തുന്നത് 12:41. പിന്നെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയാണ് ഇത് സർവീസ് നടത്തുന്നത്, കോഴിക്കോട് എത്തുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ട്രെയിൻ എത്തി. കൃത്യം 12:40 നമ്മുടെ ട്രെയിൻ എത്തി കേട്ടോ. നമ്മളപ്പം യാത്ര തിരിക്കുകയാണ് കോഴിക്കോട് നിന്നും ഗോവയിലേക്ക്. ആരും കാണാത്ത മനോഹരമായ കാഴ്ചകൾ തേടിയുള്ള ഗോവൻ യാത്ര ആരംഭിക്കുകയാണ്. രാത്രി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാഴ്ചകളും ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിരുന്നില്ല. നേരം വെളുക്കുമ്പോൾ മുതലുള്ള കാഴ്ചകളാണ് ഇന്ന് ഞാൻ പങ്കുവയ്ക്കുന്നത്. നേരം പരവരാ വെളുത്തിട്ടുണ്ട്. ഇപ്പം മംഗലാപുരം കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷമുള്ള കാഴ്ചകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. ഗോവയിലെ മനോഹരമായ ഒരുപാട് കാഴ്ചകൾ, ബീച്ചുകൾ, പള്ളി, ക്ഷേത്രങ്ങൾ, അതുപോലെ തന്നെ ഫുഡ്, ഇങ്ങനെ ഞങ്ങൾ ആഘോഷിക്കുന്ന കാഴ്ചകൾ, അത് നിങ്ങളുടെ മുന്നിലോട്ട് എത്താൻ പോവുകയാണ്. ആദ്യം തന്നെ ഒന്ന് ലൈക്ക് അടിച്ചോളൂ, ഹൈപ്പ് ചെയ്തോളൂ. എല്ലാവരുടെയും പ്രാർത്ഥനയും അതുപോലെ തന്നെ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. അൺലോക്കിംഗ് ഗോവ.
ഒരുപാട് വർഷമായി നമ്മളൊരു ഗോവൻ യാത്ര നടത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. ഇപ്പോഴാണ് അതിന് ഭാഗ്യം ലഭിച്ചത്. ഞങ്ങളുടെ ഫാമിലിയും എൻ്റെ കൂട്ടുകാരൻ സിഗ്മേഷൻ്റെ ഫാമിലിയും ഒന്നിച്ചാണ് യാത്ര. നമ്മളൊരു ട്രാവൽ ഏജൻസിയിലൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് എങ്ങനെ പോകണം എന്നൊക്കെ നമ്മൾ ഈ യാത്രയിലൂടെ പറയുന്നതായിരിക്കും. കുറച്ചുകൂടെ എളുപ്പമായ ഒരുപാട് വഴികളുണ്ട് യാത്ര ചെയ്യാൻ. ഗോവയിലെ യാത്രകൾക്ക് വേണ്ടി ഒരുപാട് ഏജൻസികളും ഉണ്ട്. കഴുത്തറപ്പൻ ചാർജുകളിൽ നിന്നും നമുക്ക് എങ്ങനെ ഒരു ബഡ്ജറ്റ് യാത്ര ചെയ്യാമെന്നും ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഗോവയ്ക്ക് പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് പരിചിതമില്ലാത്ത സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരെ നമ്മൾ ബന്ധപ്പെട്ടു. ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പരസ്യം കണ്ടിട്ട് നമ്മൾ ഒരുപാട് പേരുമായിട്ട് ബന്ധപ്പെട്ടു. എല്ലാ ടൂർ ഓപ്പറേറ്റർമാരും നമ്മളോട് പറഞ്ഞ ചാർജും നമുക്ക് ഈ ടൂർ തയ്യാറാക്കി തന്ന ചാർജുമായിട്ട് ഒരുപാട് വ്യത്യാസമാണ്. ഇത് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടൂർ പാക്കേജാണ് നമുക്ക് കിട്ടിയത്. ചില പോരായ്മകൾ ഈ യാത്രയിൽ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിലും മറ്റുള്ളവർ പറഞ്ഞ അതേ സംഭവങ്ങൾ തന്നെയാണ് ഇവരും പറഞ്ഞു തന്നത്. അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ യാത്രയിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ ഇതിലെ ടൂർ ഓപ്പറേറ്റർമാരായിട്ട് നിങ്ങൾക്ക് വേണം നമ്പർ തരാം. ഗോവ യാത്രയൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അവരോട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. വിശദമായ എല്ലാ വിവരങ്ങളും നമ്മൾ ഈ വീഡിയോ സീരീസിലൂടെ പങ്കുവെക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. എല്ലാ വിശേഷങ്ങളും നമ്മൾ നിങ്ങൾക്ക് അപ്പോഴായിട്ട് പങ്കുവെച്ചുകൊണ്ടായിരിക്കും ഈ വീഡിയോ നീങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല കിടിലൻ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് ട്രെയിനിൽ. പക്ഷെ നമ്മുടെ ട്രെയിന് കുറച്ച് ലേറ്റായിട്ടാണ് ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. പെൺമയിലുകളാണ്. ഞാനിപ്പോ സൂര്യനെ പിടിക്കാൻ മയിലിനെ പിടിക്കാൻ അല്ലേ സൂര്യനെ പിടിച്ച് നേരത്തെ നീ കാണിച്ചപ്പോഴേ അവിടെ എന്താ ചിലപ്പോ സൂം ചെയ്തെടുക്കണം. ഈ കാണുന്നതൊക്കെ യൂക്കാലി മരങ്ങളാ. യൂക്കാലി നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് കാഴ്ചകൾ നമ്മുടെ മുന്നിലേക്ക് വരും. ഞാൻ ഒരുപാട് മയിൽക്കൂട്ടങ്ങളെ കണ്ടു. പക്ഷേ വീഡിയോ എടുക്കാനായിട്ട് കഴിയില്ല. അപ്പോഴത്തേക്ക് അത്ര സ്പീഡിലാണ് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കൃഷിപ്പാടങ്ങളും പുഴകളും ഒക്കെ കാണുന്ന നല്ല കിടിലൻ കാഴ്ചകളാണ് നമുക്ക് പുറത്തുനിന്ന് കാണാൻ കഴിയുന്നത് കേട്ടോ. നല്ല രസമുണ്ട്. പക്ഷെ ഞങ്ങളുടെ സങ്കടം എന്താണെന്ന് വെച്ചാൽ ട്രെയിൻ കുറച്ച് ലേറ്റായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഗോവയിൽ എത്തേണ്ട ടൈം വൈകിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു വിഷമം നമുക്കുണ്ട് കേട്ടോ. കൊങ്കൺ പാതയിലൂടെയാണ് ഈ ട്രെയിൻ യാത്രയുള്ളത്. ഇത് കണ്ടോ, കല്ലുകളൊന്നും പുറത്തോട്ട് പാളത്തിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ നെറ്റ് കെട്ടി തിരിച്ചുകയാണ്. കമ്പി നെറ്റാണ് ഈ പാറയിൽ കെട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് തുരങ്കപാതകളും ഈ റൂട്ടിലുണ്ട്. ഈ റൂട്ടിലൂടെ യാത്ര ചെയ്തവർക്കറിയാം
മനോഹരമായ ഒരു ട്രെയിൻ യാത്രയുടെ അനുഭവമാണ് നമുക്ക് ഈ റൂട്ടിലൂടെ കിട്ടാൻ പോകുന്നത്. അങ്ങനെ മഡ്ഗോവൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് നമ്മുടെ വണ്ടി എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മളങ്ങനെ മഡ്ഗോവ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിരിക്കുകയാണ്. 8:40 എത്തേണ്ട വണ്ടി എത്തിയിരിക്കുന്നത് 10 മണിക്കാണ്. നമ്മൾ കാറ് ബുക്ക് ചെയ്തിട്ട് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കാറിൻ്റെ ഡ്രൈവറെ വിളിക്കട്ടെ, നേരെ റൂമിലോട്ട്. നമ്മുടെ കാർ അങ്ങനെ വന്നിരിക്കുകയാണ്. നമ്മളിനി നേരെ താമസിക്കുന്ന സ്ഥലത്തോട്ട് പോവാണ്. നമ്മൾ മഡ്ഗോവ റെയിൽവേ സ്റ്റേഷനിലാട്ടോ ട്രെയിൻ ഇറങ്ങിയത്. നമ്മുടെ യാത്രാ പ്ലാൻ ആദ്യത്തെ ദിവസം നോർത്ത് ഗോവയും രണ്ടാമത്തെ ദിവസം സൗത്ത് ഗോവയും എക്സ്പ്ലോർ ചെയ്യാനാണ്. അങ്ങനെ 2 ദിവസമാണ് നമ്മൾ ഗോവയിലുള്ളത്. 2 ഡേ 1 നൈറ്റ്. നോർത്ത് ഗോവയിലാണ് നമ്മൾ താമസിക്കുന്നത്, കാൻഡിലം ബീച്ചിൻ്റെ അടുത്ത്. അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സമയം ഒരുപാട് വൈകി. 8:40 എത്തേണ്ട ട്രെയിൻ എത്തിയിരിക്കുന്നത് 10 മണിക്കാണ്. ഡ്രൈവർ 8 മണിയായപ്പോൾ തന്നെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ എത്താൻ വൈകിയതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ യാത്രകൾ കുറേ വെട്ടിച്ചുരുക്കേണ്ടി വരും. ഇനി നമുക്ക് ഹോട്ടലിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ആവണം. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അതിനൊക്കെ ശേഷം മാത്രമാണ് കാഴ്ചകൾ കാണാനായിട്ട് ഇറങ്ങാൻ കഴിയുള്ളൂ. എന്തായാലും 12 മണിയാവുമെന്നാണ് തോന്നുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പിക്കപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഇന്നത്തെ സൈറ്റ് സീനിനും ഇതേ കാർ തന്നെയാണ്. പിക്കപ്പിന് നമുക്ക് വരുന്നത് 1800 രൂപയാണ്. ഞാൻ കണ്ടിട്ടുള്ള ഗോവൻ റോഡുകളിലെ കാഴ്ച ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ്. ഈ റോഡുകളൊക്കെ കാണുമ്പോൾ തന്നെ ഒരുവിധം ഗോവയിൽ പോയിട്ടുള്ള എല്ലാവർക്കും അറിയാം ഇത് ഗോവയാണ്. കിട്ടിയിലും കാഴ്ചയാണ് നമ്മൾ ഈ ഒരു യാത്രയിൽ തന്നെ കിട്ടിയത് കേട്ടോ. ഇനിയും കാണാൻ പോകുന്നത് കാഴ്ചയുടെ പൊടിപൂരങ്ങളാണ്. നോർത്ത് ഗോവയിൽ ഏറ്റവും കൂടുതലുള്ളത് ബീച്ചുകളാണ്. അപ്പോൾ നമ്മൾ അധികവും ഇന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് ബീച്ചുകളായിരിക്കും. സൗത്ത് ഗോവയിൽ പള്ളികളും അമ്പലവും അതുപോലെ തന്നെ മറ്റുള്ള സംഭവങ്ങളൊക്കെയാണ് സൗത്ത് ഗോവയിലുള്ളത്. ബീച്ചുകൾ കുറവാണ്.
ഒരു ഹിന്ദി ഡ്രൈവറാണ് നമുക്കുള്ളത്. ഞങ്ങൾക്ക് ആർക്കും ഹിന്ദി അത്ര വശമില്ല. മക്കളടക്കം ഞങ്ങൾ 6 പേരാണ് ഈ യാത്രയിലുള്ളത് കേട്ടോ. നമ്മൾ ഇനിയും കാണാൻ പോകുന്ന കാഴ്ച, ഗോവയിൽ വരുന്ന ആരും മിസ് ചെയ്യരുത്. അതേപോലത്തെ ഒരു കാഴ്ചയാണ് ഈ റോട്ടിൽ തന്നെ വരാൻ പോകുന്നത്. ഗോവയിൽ വരുന്ന ആരും മറക്കാത്ത, ഏറ്റവും ഇഷ്ടത്തോടെ കാണുന്ന ഒരു കാഴ്ച. ഗോവയിലെ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ ഗോവയിലെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച നമ്മൾ കാണാൻ പോവുകയാണ്. കിടിലൻ കാഴ്ചയാണ് അത്. ഈ റോട്ടിലൂടെയുള്ള യാത്രയിൽ മാത്രം കാണാനാണ് നമുക്ക് പോകുന്നത്. അടിപൊളി കാഴ്ചകൾ ആരംഭിക്കുന്നു. ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഗോവയിലെ പുതിയ കാഴ്ച അടുത്ത എപ്പിസോഡിൽ നമ്മൾ പങ്കുവയ്ക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഒരുപാട് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതിയ കാഴ്ചകളുമായി വീണ്ടും വരാം. അൺലോക്കിംഗ് ഗോവ തുടരും.